നിങ്ങൾ ജീവിതത്തിൽ നിരവധി പരാജയങ്ങൾ നേരിടേണ്ടി വരും. പക്ഷേ സ്വയം പരാജയപ്പെടാൻ ഒരിക്കലും അനുവദിക്കരുത്. പഠിച്ചിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒന്നല്ല ജീവിതം. ജീവിതത്തിലൂടെ പഠിക്കാനാവൂ. അടുത്ത നിമിഷം എന്താണ് കരുതി വച്ചിരിക്കുന്നതെന്ന് പ്രവചിക്കാൻ ഒരാൾക്കും കഴിയില്ല. ജീവിതത്തിൽ പണത്തേക്കാൾ വലിയ സമ്പാദ്യങ്ങളുണ്ട്. അതാണ് നല്ല ബന്ധങ്ങൾ. നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മുടെ തെറ്റുകളും കുറവുകളും മനസ്സിലാക്കി നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ചിലരുണ്ട്. അവരെ ചേർത്ത് പിടിക്കുക. അതാണ് നമ്മുടെ യഥാർത്ഥ സമ്പാദ്യം. നിങ്ങൾക്ക് തെറ്റ് പറ്റിയാൽ അത് സമ്മതിക്കുക. നിങ്ങൾ ചെയ്തത് ശരിയാണെങ്കിൽ അഭിപ്രായം പറയാതിരിക്കുക. രണ്ടും മറ്റുള്ളവർക്ക് നിങ്ങളിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും. സ്വന്തം ദുഃഖത്തിനിടയിലും അന്യൻ്റെ വേദന മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കുന്നവരാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ. വേദനിക്കുന്നവൻ്റെ കണ്ണീരൊപ്പുന്നതിനും വലിയ പുണ്യം വേറെ എവിടെയും കിട്ടില്ല. പുറകോട്ട് നോക്കി ഒരിക്കലും സങ്കടപ്പെടരുത്. നമുക്ക് സഞ്ചരിക്കാനുള്ളത് മുന്നോട്ടാണ്. ഒരാളോട് വെറുപ്പ് തോന്നുമ്പോൾ, അവഗണിക്കുമ്പോൾ ആദ്യം അവർ നമുക്ക് ചെയ്ത നന്മകൾ ഓർക്കുക. 1000 തിന്മകളേക്കാൾ ഒരു നന്മക്കാണ് മുൻഗണന. തെറ്റായ ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകുമ്പോൾ ശരിയായ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാൻ തുടങ്ങും. മുട്ടുകുത്തി യാചിക്കുന്നതിനേക്കാൾ നല്ലത് നിവർന്നു നിന്ന് മരിക്കുന്നതാണ്. തള്ളിപ്പറഞ്ഞവരും തള്ളിക്കളഞ്ഞവരും തിരികെ വിളിക്കുന്ന ഒരു സമയം വരും. അതുവരെ കാത്തിരിക്കുക. മാറ്റാൻ കഴിയാത്തതിനെ ഓർത്തു വിഷമിക്കാതെ സ്വയം തിരിച്ചറിഞ്ഞ് വളരുന്നിടത്താണ് നമ്മുടെ വിജയം. താഴെഴുത് ഓർക്കുക. താഴുംതോറും നമ്മെ ചവിട്ടിത്താഴ്ത്താൻ ഒരുപാട് പേരുണ്ടാകും. നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഒരിക്കലും സ്വപ്നം കാണരുത്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണം ജീവിച്ചു തുടങ്ങാൻ. അഹങ്കാരം എന്നത് ജ്ഞാനത്തെ കെടുത്തുന്ന ഒന്നാണ്. നിങ്ങളെ തന്നെ സ്വയം ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും മറ്റൊരാളെ വേദനിപ്പിക്കാൻ കഴിയില്ല. ഒറ്റപ്പെടലിനെ പോസിറ്റീവായി കാണാൻ കഴിയണം. കാരണം ആദ്യം അത് നമ്മളെ തളർത്തുമെങ്കിലും പിന്നീട് ആർക്കും കുത്തി നോവിക്കാൻ കഴിയാത്ത വിധം നമ്മളെ ശക്തരാക്കുന്നു. സമയം നല്ലതാണെങ്കിൽ തെറ്റുപോലും തമാശയായി മാറും. എന്നാൽ മോശം സമയമാണെങ്കിൽ ചെറിയ തമാശ പോലും തെറ്റായി തോന്നും. ശത്രുക്കളെ ഉണ്ടാക്കാൻ വഴക്കിടേണ്ട ഒരു ആവശ്യമില്ല. സത്യം തുറന്നു പറയാൻ തയ്യാറായാൽ മാത്രം മതി. ഇഷ്ടം പോലെ ശത്രുക്കൾ ബന്ധുക്കളിൽ നിന്നും, സ്വന്തക്കാരിൽ നിന്നും, കൂട്ടുകാരിൽ നിന്നും ലഭിച്ചേക്കാം.